കോഴിക്കോട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ജോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോറി സ്റ്റാൻഡിലെ അനുഗ്രഹം ഹോട്ടൽ അബൂക്കർക്ക പോയിട്ടുണ്ടോ? കോട്ടയം മറ്റേ ക്രൗൺ തിയേറ്ററിന്റെ. ആ ഓക്കെ. ആ അവിടെ ഒരു ചെറിയ ഇടുക്കിലൂടെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു വലിയ ഹോട്ടൽ എന്ന് വെച്ചാൽ കുറച്ചധികം പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ഉച്ചയ്ക്ക് ഊണാണ് അവിടുത്തെ മെയിൻ. ചോറിന് വലിയ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. സാധാരണ ചോറ്, ഒരു സാധാരണ എന്തൊക്കെയോ ഊളക്കറികൾ, ഒരു മീൻകറി, ഒരു പച്ചക്കറി എന്ന് പറഞ്ഞൊരു കറി, ഒരു തോരനുണ്ടാവും, ഒരു അച്ചാറുണ്ടാവും. പക്ഷെ മൂപ്പര് മീൻ പൊരിക്കും. മൂപ്പര് മക്കളുമാണ് അവിടെ നിൽക്കുന്നത്. കേദർ എന്ന് പറയുന്ന മീൻ നമ്മളെല്ലാം ഈ ട്രിവാൻഡ്രത്തുകാർക്ക് ചൂര ഭയങ്കര ഇഷ്ടമാണ്. ട്യൂണ ഫിഷിൻ്റെ ആൾക്കാരാണ്. അവിടുത്തെ കേദർ, അവിടുത്തെ ചെമ്പല്ലി, പല മീനുകളുണ്ട്, അയില. അബൂക്കർക്ക പൊരിച്ചെടുക്കുന്ന മീനിൻ്റെ ഒരു സ്വാദെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആ ഉച്ചയ്ക്ക് പോയിട്ട് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ആ ചോറ്, ഒരു സാധാരണ പച്ചക്കറി, സാധാരണ ഒരു മീൻകറി, ഒരു തോരൻ, ഒരു അച്ചാർ, ഇത് കൂട്ടിയിട്ട് ആ മീൻ വെച്ചിട്ട് മീനിൻ്റെ ഒരു ഹൈയിലാണ് നമ്മൾ എത്ര ചോറ് കഴിക്കും നമുക്ക് തന്നെ അറിഞ്ഞൂടാ. ഇതിന്റെ ഒരു രക്ഷയില്ലായിരുന്നു എനിക്ക്. സത്യത്തില് ആദ്യം ചോറിനെ കുറിച്ചൊക്കെ പറഞ്ഞ് സാധാരണ നമുക്ക് കുഴപ്പമില്ലാതെ, പക്ഷെ പൊരിച്ചത് എത്തി കഴിഞ്ഞപ്പോ ശരിക്കും നമ്മളാ അതെങ്ങനെയാണ് ആ പാകത്തിന് അത്രയും സോഫ്റ്റ് ആയിട്ട് ഒരു മസാല ഉണ്ട്, ആ മസാലയിൽ ഇങ്ങനെ പൊരിച്ചൊന്ന് ചൂടാക്കി കൊണ്ടുവരികയുള്ളൂ. ഒരു രക്ഷയില്ലാത്ത മീനിന്റെ ടേസ്റ്റ് ആസ്വദിക്കണമെങ്കിൽ അബൂക്കർക്കയുടെ അടുത്ത് പോകണം. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ ബിരിയാണി കഴിക്കാൻ ഇപ്പോൾ പാരഗണി പോവും. പാരഗണിലെ മട്ടൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പല സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഈ അബൂക്കർക്കയും മക്കളോടെ വിളമ്പുകയും ചെയ്യും. ഇത് ഒരാൾക്കും പ്രിവിലേജ് ഒന്നുമില്ല. അവിടെ വരുന്ന ലോറി സ്റ്റാൻഡാണ് അത്. ലോറി ഡ്രൈവർമാർ വരും. അതേ പ്രിഫറൻസ് തന്നെയാണ് നമുക്കും കിട്ടുന്നത്. നമ്മൾ നോക്കി ഒന്ന് ചിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഇത് ആരും പറഞ്ഞിട്ടില്ല തോന്നുന്നല്ലേ? ഇല്ല, അബൂക്കർക്ക് അധികം ആരും പറഞ്ഞില്ല. ഈ നമ്മൾ ഇന്ന് അബൂക്കർക്ക് ഒന്ന് മാറ്റി പിടിക്കണം കേട്ടോ, ഇന്ന് വേറെ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് കറക്റ്റ് അവിടത്തേക്ക് തന്നെ പോകും. അതെ. പിന്നെ ചന്ദ്രേട്ടൻ്റെ ചായക്കട ഓഫ് കോഴ്സ് അവര് പിന്നെ അവിടുത്തെ ഈ ഒരു പിന്നെ പത്തിരി പോലത്തെ ഒരു സാധനമുണ്ട്. മൺചട്ടിയിൽ അവരിട്ട് കൈപ്പത്തിരി പോലെ ഉണ്ടാക്കിയെടുക്കുന്ന, കൈ കൊണ്ട് പരത്തിയിട്ട് ആ മൺചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് കൈപ്പത്തിരി ഉണ്ടാക്കി തരും. കൈപ്പത്തിരിയുടെ അതും മാത്രമല്ല, അവരുടെ ഒരു തിരുവാതിര പുഴുക്ക് പോലെ ചെറുപയറും ഒക്കെ ഇട്ടിട്ട് കപ്പ ഉടച്ചെടുക്കും. കായും ചെറുപയറും കപ്പയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ച് മഞ്ഞക്കളർ എല്ലാവരും എണീറ്റ് പോവാ ഇലയിൽ ഇട്ടിട്ട് അതിൻ്റെ കൂടെ മീൻ പൊരിച്ചോന്ന് തരും. ഫാമിലി മൊത്തത്തിൽ ചന്ദ്രേട്ടൻ്റെ ചായക്കട. ഞാൻ ഈ വൈകിപ്പോയി അങ്ങോട്ട് എത്താനായിട്ട്. അപ്പൊ വൈകിപ്പോയെങ്കിലും നമ്മൾ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് കോർ ഫാനാണ്. പിന്നെ പാരഗൺ വളരെ ഇഷ്ടമാണ്. പാരഗൺ നന്നായിട്ട് ഫുഡ്, പ്രത്യേകിച്ച് പാലത്തിൻ്റെ അടിയിലുള്ള പാലഗൺ, അവിടെ കഴിക്കുന്ന സ്വാദ് വേറെ എവിടെയില്ല. അതാണ് ആ ഒറിജിനൽ. പിന്നെ പല സ്ഥലത്തും മീൻ പൊരിക്കാൻ അറിയുന്ന ആൾക്കാർ ശേഖർ ഫുഡ്സ് നമ്മളൊരു സ്പോട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഖർ ഫുഡ്സ് കഴിച്ചിട്ടുണ്ടോ? നമ്മുടെ പിന്നെ സിവിൽ സ്റ്റേഷൻ്റെ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സിവിൽ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ശേഖർ ഫുഡ്സ്. ഉഗ്രൻ. രാവിലെ പോയിട്ട് കല്ലുമ്മക്കായ, മുരു, മീൻ പൊരിച്ചത്. കള്ളുഷാപ്പിനടുത്താണ്? അല്ല, നമ്മുടെ ഈ സിവിൽ സ്റ്റേഷൻ്റെ നേരെ മുന്നിൽ ശേഖർ ഫുഡ്സ്. ഒരു രക്ഷയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശേഖർ ഫുഡ്സ് ഉഗ്രൻ സ്പോട്ട്. ബ്രേക്ക്ഫാസ്റ്റ്, ഊണും നല്ലതാണ്. ഊണും നല്ല വൈബോട് കൂടി കഴിക്കാൻ പറ്റും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യാറുള്ളത് രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ. പിന്നെ കണ്ണൂരാണെങ്കിൽ ആനന്ദഭവൻ. ആനന്ദഭവനിലെ രാവിലെ പോയി കഴിഞ്ഞാൽ ഇത്രയും മുരു, കല്ലുമ്മക്കായ, ഏത് മീൻ വേണമെങ്കിലും, മത്തി വറുത്തത്, മത്തിയുടെ മുട്ട ഉണ്ടാവുമല്ലോ ഈ പിന്നെ മൺസൂൺ ടൈമിൽ മത്തിയുടെ ഇതുണ്ടാവും, പരുവുണ്ടാവും, അത് പൊരിച്ചു തരും. അങ്ങനെ എന്ത് സാധനം വേണമെങ്കിൽ, മീൻ മുട്ട തോരനാക്കി വേണമെങ്കിൽ തരും.